അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അപ്പൂസും ഇന്ന് സിന്ധേച്ചിൻ്റെ വീട്ടിൽ വന്നിട്ട് 2 ദിവസമായിട്ടോ. അപ്പോൾ നമ്മളിന്ന് തൊട്ടടുത്തുള്ള പാടത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. തൊട്ടടുത്ത് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്ത് പാടം തന്നെയാണ്. അപ്പോൾ വെറുതെ കുട്ടികളെയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ. സിന്ധേച്ചിൻ്റെ മക്കളുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് നിൽക്കണേ. പിന്നെ അമ്മയ്ക്ക് വിളിച്ചിരുന്നു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അന്ന് വലിയ കാരണം. അപ്പോൾ ഇന്നും ഇന്നലെയും അവിടെ ചികിത്സയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ റൂമിലിരിക്കുക തന്നെയാണ്. ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് അമ്മേൻ്റെ അടുത്ത റേഡിയേഷന്. പിന്നെ തിങ്കളാഴ്ച അമ്മയ്ക്ക് അതിനുള്ള നാളെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട്. ഇൻഷൂറും മറ്റു കടലാസ് ശരിയാക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെയാണ് അമ്മേൻ്റെ റേഡിയേഷൻ കേട്ടോ ചൊവ്വാഴ്ച. അത് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച രാത്രി അമ്മയ്ക്ക് അവിടെ നിന്ന് പോരാ, ബുധനാഴ്ച നമ്മളടുത്ത് എത്തും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അമ്മേനെ വിളിച്ച് ഒക്കെ സംസാരിച്ചപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ, ഒന്ന് വീഡിയോ കോൾ ചെയ്തില്ല. അത് സന്തോഷമായിട്ടൊന്ന് അവിടെ അടുത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയതാണ്, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് 2ാമത്തെ വട്ടമാണ് കേട്ടോ അമ്പലത്തിൽ പോണത്. അപ്പം അങ്ങനെ അത് ആ അമ്പലത്തിൻ്റെ പേര് കേട്ടിട്ടുള്ളൂ എന്നല്ലാതെ ഞാനും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ സന്തോഷനോട് അമ്പലത്തിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി ഞങ്ങളെ വിളിച്ചിട്ട് അമ്മേനെ കാണിച്ചു തരും. അങ്ങനെ അപ്പോൾ പറഞ്ഞു കൊടുക്ക്. അപ്പം നമ്മൾ പാടത്തേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക രസം കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ് കേട്ടോ ഇറങ്ങാം. ആ പുന്നി പാടത്തേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. തോടല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാവില്ലേ ചാല്, അതിൽ വെള്ളമുണ്ട്, അതിൽ മീനുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ചെറിയ കുട്ടികളാകുമ്പോൾ അവിടെ ഇറങ്ങാണ് ഓന്നായിക്ക് ഇറക്കണം. ഞാൻ ഇറങ്ങാൻ നിൽക്ക്. ഇതിൽ ചെറുതാകുമ്പോൾ ഈ മീനൊക്കെ പിടിച്ചിട്ട് നമ്മൾ മത്തൻ്റെ ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് തിന്നിട്ടുള്ള അതുണ്ട്. പക്ഷെ അപ്പൂസിനൊന്നും ഒന്നും ഇച്ചല്ല കേട്ടോ. ഓനൊന്നും മീൻ പിടിക്കാതെ പ്രത്യേകിച്ച് പാടവും വെള്ളവും മീനൊന്നുമില്ല. അതുകൊണ്ട് ഓനത് അറിയില്ല. ഇപ്പം ഞാൻ ഓനോട് പറയാം, അന്നൊക്കെ അത് മീൻ പിടിച്ചിട്ട് ചുട്ട് തിന്നിരുന്നു. കൂട്ടൻ അനിയനും ഞാനും ചേച്ചെല്ലാവരും പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. മുളകും പൊടിയൊക്കെ ചിലപ്പാക്കും. മുളകും പൊടിയൊന്നും നോർമല്ല, ഇങ്ങനെ ചുട്ടിട്ട് തിന്നോ, അതൊരു പ്രത്യേക രസമായിരുന്നു. ഇപ്പൊ ഉണ്ട്, അതിലുണ്ട് കേട്ടോ. ഈ തോട്ടിൽ കൂടെ ഒക്കെ മീൻ ഇങ്ങനെ ഞാൻ വന്നപ്പോ തന്നെ വെള്ളപ്പിക്കാൻ നോക്കണത്. ഇതിലുണ്ട്. നടുവിലിറങ്ങണം. നടുവിലിറങ്ങി ഞാൻ ചെരുപ്പ് വരട്ടെ ആദ്യം. ഇതാവുന്നില്ല. ഉറപ്പാ? ഞാൻ നോക്കിണ്ട് വടിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഇതുണ്ട് കേട്ടോ, വടിയിട്ട് വെക്ക്. ഇതിലേ മീൻ ഏതാ അറിയോ? കണ്ണാഞ്ചൂട്ടി പറഞ്ഞ മീനില്ലേ, ആ മീനുണ്ട് കേട്ടോ. കാണാനല്ലോ അവിടെ അല്ലേ അപ്പൊ ഇറങ്ങാൻ നല്ലത്. ഇവിടെ ചിലപ്പോ കാല് താഴ്ന്നു പോയാലോ നിന്നെ കളിയാക്കി അവിടേക്ക് ഇറക്കി കണ്ട. നല്ല പാടാണ്. അപ്പോൾ കാണിക്ക്. അപ്പൊ ഈ പാടത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയോ? കഴുങ്ങ്, വാഴ, പിന്നെ മുരിങ്ങ, ചിക്കുവരല്ലേ, സപ്പോട്ട, അതുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യല് നമ്മളെ ഒരു പന്നിയാളിപ്പം ഉണ്ടാവൂലടാ, രാത്രിയല്ലേ ഉണ്ടാവും. പിന്നെ തെങ്ങും, പിന്നെ മഞ്ഞള്, ചീനാപ്പറങ്കി. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാം കൃഷി ചെയ്യുന്ന പാടാണ്. നല്ല തണുപ്പുണ്ട്. പിന്നെ നെല്ലുണ്ട്, പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയിട്ടോ. പൂളുണ്ട്, എല്ലാം. ഞാൻ ആദ്യം പാടത്തേക്ക് ഇറങ്ങട്ടെ. അപ്പൂന് പാടത്ത് അവിടെ ഇറങ്ങൂല. അവിടെ കുഴിയുണ്ട്, അത് എനിക്ക് അറിയുന്ന അവിടെ ഇറക്കാനല്ലേ. അപ്പോൾ ആദ്യം കൂടുതൽ ഇഷ്ടമുള്ള സാധനം അതിന് മീൻ കോരുകയെന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വരുമ്പോൾ മീൻ കോരലുണ്ട്, എന്തെങ്കിലും ഷാള തുണി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കോരലുണ്ട്. ഇപ്രാവശ്യം അതും കൊണ്ടുവന്നില്ല. ഈ കൊട്ടൻ വേനൽക്ക് വെള്ളം തന്നെ ഉണ്ടാകുമോയെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പോന്നതാ. അന്നപ്പോൾ കുറച്ചൊക്കെ വെള്ളമുണ്ട്. ഒരു മീനെ കാണും ചെയ്തു, കണ്ണാഞ്ചൂട്ടിയില്ലേ, അതിനെ കണ്ടു ഞാൻ. ഇറങ്ങാം. നടുവിലിറങ്ങിയാ മതി. ഇല്ല അപ്പൊ കണ്ടോ, ഇപ്പൊ കിട്ടും. അമ്മയോടൊക്കെ കാല് താവണ്. വേണ്ട, ചളിയാണ്. വേണ്ട, ധൈര്യം ഉണ്ടാക്കാൻ മീനെ പിടിച്ചോണ്ടാ. ഇതാ കണ്ടോ അപ്പൊ ഇതാണോ മീന്? ഞാൻ കണ്ട മീന്. എവിടെ കണ്ടോ? എവിടെ മീന്? ആ ഓടണ്, അല്ല പായിന്ന്, അല്ല നീന്തണ്. പോണ്ടല്ലേ. എവിടെ മീൻ? എന്റെ കാല് നന്ദി, ചെരുപ്പിടാൻ പറ്റില്ല. ഞാൻ മീനിന്റെ പിന്നാലെ പൊയ്ക്കോ. പിടിച്ചാലോ? ആദ്യം എന്താ ചെയ്യാന്നറിയോ? മീന് കിട്ടാൻ വേണ്ടിട്ടേ ക്യാമറ പിടി, അതിനെ പിടിച്ചാ വേണ്ട.
നിക്ക് ഇങ്ങോട്ട് വാ. പണ്ടേ ഈ മീനെടുത്തേക്ക് നമ്മൾ പിടിക്കുന്നിടത്തേക്ക് വരാൻ എന്താ ചെയ്യാന്നറിയോ, നമ്മൾ തുപ്പൽ കാണുമ്പോൾ മീൻ പാഞ്ഞു വരും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. തീർത്ത മീൻ തുപ്പലൊക്കെ തുപ്പലേ അങ്ങനെ തുപ്പൽ കൊത്താനാണ് മീൻ വരിക എന്ന് പറയൂ. ഒന്നുകൂടി തുപ്പോട്ടെ നമുക്ക്. ആണ്ടോ വാങ്ങി വന്നില്ലേ? അത് ചെറിയ കുട്ടിക്കാലത്തെ ഒരു കളിയാണ് കേട്ടോ. നമ്മളിത് അറിയില്ലല്ലോ തുപ്പലാണ്. എനിക്കറിയില്ല. അതെ മീനാൾക്ക് അറിയില്ലല്ലോ തുപ്പലാണ്. അല്ലെങ്കിൽ പാഞ്ഞു വരില്ലല്ലേ. അപ്പൊ വാ കേട്ടോ. അവിടെയാണ് ഇപ്പൊ ചിക്ക് മരം. ഒന്നും കായൊന്നുമില്ല തോന്നണേ. ഉണ്ടോ? പിന്നെ മുരിങ്ങ മരം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഓരോരുത്തരെ കൃഷിയാണ്. ആര് പാടാ അറിയില്ല. കാന്താരി, നമ്മളെ നാട്ടിലത്തെ കാന്താരി ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ പഴുത്ത് ഇങ്ങനെ നിൽക്കണേ. ഇതൊക്കെ ജന്തുക്കൾ തിന്ന് ഇട്ടതാ, കൊണ്ടുപോയി. പിന്നെ ഇവിടുത്തെ ഇതെന്താണെന്നറിയോ? ഇതാണ് നമ്മളെ കൈതോല. കൈതോല പയ വിരിച്ച് ഒരു പറ നെല്ല് കഥ കൂത്താൻ എപ്പോ വരും നിന്റെ അങ്ങളമാര്. പാട്ട് പാടട്ടെ അർജുനെ. കൈതോല എന്തിനാ പറ്റിച്ചാല് ഇത് പായ ഉണ്ടാക്കാണ്. അപ്പൂസിന് നിച്ചല്ല കേട്ടോ ആ പായ. എന്താ നമ്മളെ പണ്ട് കാലം, അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ പായ തന്നെ കിടന്നുറങ്ങിയിട്ടുള്ളത് കേട്ടോ, ഈ ഓലപ്പായയിൽ. അപ്പോൾ ഇപ്പം ഉണ്ടാവും. എൻ്റെ തറവാട്ടിൽ പോയിട്ടൊന്ന് നോക്കണം. എൻ്റെ തറവാട്ടിൽ പായക്കെട്ടുണ്ട് കേട്ടോ. പായ ഉണ്ടാക്കിയാണ്ട് ഉറങ്ങിയാണ്ട് കേട് വന്നാലൊക്കെ ഇങ്ങനെ ഓല വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നാക്കി എടുക്കും. അപ്പോൾ ഈ ഓലേൻ്റെ ഇതുമ്പോൾ രണ്ട് സൈഡിലും പിന്നെ ഈ അതന്നെ മുള്ള് കളയണം കേട്ടോ. ഇതിൻ്റെ നടുഭാഗത്ത് കൂടി ഉണ്ട് ഒരു മുള്ള് വരുന്നത്. ഈ രണ്ട് സൈഡിലും മുള്ളാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോയിൽ കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാക്കി പറയാൻ അതിന് സമയം കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് ആ ഓല. അപ്പോൾ ഈ ഓല നമ്മൾ ഇങ്ങനെ മുള്ള് കളഞ്ഞ് ഉണക്കി ചുരുട്ടി വെക്കും. എന്നിട്ടാണ് നമ്മൾ പായ ഉണ്ടാക്കുക. പക്ഷെ ഇപ്പം എവിടെയാണ് പായ ഇല്ല കേട്ടോ. ഒക്കെ എടുത്തു പോയി. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പായ അല്ലെങ്കിൽ പുല്ല് പായ അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ഈ പാടത്ത് വന്നപ്പോഴാണ് ഇത് കണ്ട് അത്ഭുതപ്പെട്ടത്. കാരണം എവിടെയും കണ്ടിട്ടില്ല. പാടം തന്നെ ഇല്ലാത്ത കോലാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഉണ്ടാവും. അത് കണ്ടിട്ട് ഫുള്ള് ഓല, എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങൾ കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു കാലം ഇങ്ങനെ ഓർമ്മ വന്നു. ഓല ഉണ്ടാക്കിയതും എന്താ, എനിക്കിപ്പോൾ അച്ഛമ്മേൻ്റെ കാര്യം ഓർമ്മയുള്ളൂ. അച്ഛമ്മയൊക്കെ എങ്ങനെ ഓല ഉണ്ടാക്കണതും പായ ഉണ്ടാക്കണതും. അത് തന്നെ ഉറങ്ങിയത് അപ്പൂസേ. അത് മുറ്റത്ത് പോയിട്ടൊക്കെ കിടന്നുറങ്ങിയത്. അകത്ത് സ്ഥലം ഉണ്ടെങ്കിലും കൂടിയിട്ട് ചൂടല്ലേ, ഫാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മുറ്റത്ത് നല്ല കാറ്റും നിലാവും ഒക്കെ കൊണ്ട് മുറ്റത്ത് ഈ പായ നിരത്തിയിടും. എന്നിട്ട് ഞങ്ങൾ അച്ഛനും അച്ഛമ്മയും അച്ഛനും അമ്മയും ഞങ്ങൾ മക്കളും എല്ലാം കൂടി കിടക്കും. നായ്ക്കളൊക്കെ ഉണ്ടാവും അന്നൊക്കെ. നായ്ക്കളുണ്ടാവും, പാമ്പുണ്ടാവും. പക്ഷെ അന്ന് അതൊന്നും പേടിയില്ല. ഒരു വിഷയമല്ല. കറണ്ടും ഉണ്ടാവില്ല, കറണ്ടും വെളിച്ചം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കടന്ന് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോഴും ഒക്കെ ആ ഒരു കാലം ഓർമ്മ വരാം. അപ്പം അപ്പൂസിന് ഇപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ ഞാൻ. അപ്പൂന് അതൊന്നും നിച്ചല്ല അല്ല അപ്പൂ, ഇല്ലേ? ആ കാലമൊക്കെ എന്താവും രസം എന്ന് ഓർത്തൊക്കെ. ഇപ്പം നമുക്ക് നല്ല വീട്, നല്ല മുറ്റം, കട്ട പതിച്ച മുറ്റം. അന്ന് ചാണകം തേക്കണ നിലവും ആ ചാണകം തേച്ച നിലത്ത് ഈ പുല്ലുവായിട്ട് കിടന്നുറങ്ങണ ആ സുഖം ഒരു പ്രത്യേക സുഖമാണ്. ഇപ്പം അതിന്നൊക്കെ മാറി ഒരുപാട്. അപ്പം അങ്ങനെ നമ്മൾ പോയാലോ എന്നാൽ. സിന്തേച്ചി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി. അച്ഛൻ വന്നിട്ട് വേണം. അച്ഛൻ അമ്പലത്തിൽ പോയതാ. അപ്പം ഒന്ന് സിന്തേച്ചിൻ്റെ മോന് വന്നിട്ടുണ്ട് കേട്ടോ. അവന് എറണാകുളത്താണ് വർക്ക് ചെയ്യണേ. അപ്പോൾ ഓനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുള്ള കാരണം സിന്തേച്ചി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി പോകണം നമ്മളെ വീട്ടിലേക്ക്. ഈ പാടം വരുമ്പോൾ അങ്ങനെ പോകണം. എന്നിട്ട് വേണം വീട്ടിലേക്ക്. ബാ. അപ്പം നമ്മൾ പാടത്തുനിന്ന് വന്നപ്പോഴേക്കും ഇവിടെ സിന്തേച്ചി ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു അടിപൊളി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് സംഭവം കേട്ടോ. അപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായി സിന്തേച്ചൊന്നും പറയണില്ല. ആ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതാ ചിക്കൻ കറിയാണ് കേട്ടോ. അടിപൊളി ചിക്കൻ കറി. അവിടെ വെച്ചതാ. അപ്പോൾ ചിക്കൻ കറി, പിന്നെ അതാ അടുപ്പത്ത് വേറൊരു സാധനം.
നെയ്ച്ചോറ് മുന്തിരി അപ്പം നമുക്കിന്ന് നെയ്ച്ചോറും കോഴി മതി. ഇങ്ങനെയാണോ ഏത് വേണ്ട. അപ്പം ഇന്നത്തെ നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും കോഴിയാണ്. അപ്പം തിന്നാനുള്ള സമയമൊക്കെ ആയിട്ടോ, 1 മണിയൊക്കെ ആകാനായി. അതിലൊക്കെ എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാൽ പോയിക്കണേ. അപ്പം എന്നാലും പിന്നെ തിക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ഉണ്ടല്ലോ, ശ്രീ അതിട്ടു. എവിടെ പിന്നെ ഈ നെയ്ച്ചോറിക്കും കോഴിക്കുള്ള എന്താ നമ്മളെ സ്പെഷ്യല് തൈര്, എന്താ ഉള്ളിയും പച്ചമുളകും ഇട്ടത് കേട്ടോ, ഉപ്പും ഇട്ടിട്ട് ഉണ്ടാക്കിയത്. അപ്പം നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിക്ക് പ്രത്യേകിച്ച് വേണ്ടതൊരു സംഭവമാണ് ഇതിലെ. അപ്പം ഇന്ന് ഇതാണ് നമ്മളെ പരിപാടി കേട്ടോ. അപ്പുട്ടേട്ടൻ പണിക്ക് ചെയ്താ കേട്ടോ. അപ്പുട്ടേട്ടൻ്റെ കുറവുണ്ട്, 2 മക്കളുണ്ട്, ജിഷ്ണുണ്ട്, വിഷ്ണുണ്ട്, സാദിയുണ്ട്, ഞങ്ങളുണ്ട്. അപ്പുട്ടേട്ടനില്ല. അപ്പുട്ടേട്ടൻ്റെ ഞായറാഴ്ച ലീവാണ്, സാധാരണ ലീവാണ്. പക്ഷേ ആ പണി അവിടെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് തന്നെയാണ് പണി പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് ഇന്നും കൂടി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ പണി എടുക്കണം ഞായറാഴ്ച. പിന്നെ അപ്പോൾ നാളെ കിട്ടിയില്ല, വൈകുന്നേരം ഇനി കാണുള്ളൂ. അപ്പം നമ്മളെ ഇനി ചോറിനാൻ പോവാട്ടോ. ചോറിനല്ലേ പോ. അപ്പം നമ്മളിതാ ചോറിനാൻ പോവാ കേട്ടോ. സിന്ധ്യച്ചിൻ്റെ പൂച്ചക്കുട്ടി ചോറ് വിളമ്പാൻ തുടങ്ങി, കരച്ചിൽ തുടങ്ങി. ഒരു വിളമ്പണ്ട, ജിഷ്ണുനോ നമുക്ക് കൊണ്ടുപോയി. ചോറ് ഇഞ്ഞെടുത്തോണ്ട് കേട്ടോ, പക്കത്തെ കഴിഞ്ഞു. തൈര് ചില അരിക്കൊരു മാറ്റം ഉണ്ടാവും. ഞാൻ ഇത്രയും ചോദിക്കാൻ ആക്കിയിട്ടില്ല. കഴിക്കട്ടെ എന്നാല്. അപ്പൊ ഞങ്ങൾ നിലത്ത് കൂടെ ഇട്ടിരിക്കുന്നത്, മുകളിൽ വിളമ്പിന്നുള്ളൂ. നിലത്ത് കൂടെ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഞങ്ങൾ നോക്കണം. അപ്പൊ ഇരിക്കാം സ്വാതി ഇവിടെ. കേട്ടോ ഇല്ല, വെള്ളം എടുത്തില്ല. വാ ചോറിന പോസ്. അപ്പൊ കേട്ടോ അപ്പൊ ഞങ്ങൾ ചോറിനോ ചെറുത് കാണാം. അപ്പൊ ഞങ്ങളെ ചോറിന് കഴിഞ്ഞ് സമയം 4 മണിയാവാനായിട്ടോ. അപ്പൊ നമ്മള് 4 മണി ചായന്റെ തിരക്കിലാണ്. നമ്മളെ 4 മണി സ്പെഷ്യൽ എന്താണെന്നറിയോ? കാണുന്നുണ്ടോ? ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട് കേട്ടോ. അരിമണി വറുത്തതും ചായയാണ് കേട്ടോ. അപ്പോൾ ഇതാ അരി ഇങ്ങനെ പൊട്ടി പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതാ ചായ പൊട്ടി തിളയ്ക്കാൻ വെച്ചിട്ട്, അപ്പൊ നല്ല കട്ടൻ ചായയും അരിമണി വറുത്തതും ചായയും. പിന്നെ ഇത് മാത്രല്ല, വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ. ഒക്കെ നമ്മളെ പഴമയാണ് കേട്ടോ, പഴയ രുചിയാണ്. അപ്പൊ ഇതെന്താ? ഉണക്കമുളകോ? ഉണക്കമുളകല്ല, കൊണ്ടാട്ടാണ് കേട്ടത്. പൂളക്കൊണ്ടാട്ടം പറയില്ലേ, അതാണ്. അപ്പൊ ഇതും കൂടി നമ്മള് പൊരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഈ അരി വറുത്തത് കൊണ്ട് എടുത്ത് മാറ്റട്ടെ കേട്ടോ. കണ്ടോ, ഇത് ചായയിലിട്ടിട്ട് നമുക്കൊരു ചായയിലിട്ടിട്ട് കുടിക്കുന്നത് ഭയങ്കര രസമാണ്. ഇത് മാത്രമല്ല, നാളികേരം കൂട്ടിയിട്ട് കേട്ടോ. പൊടിച്ചിട്ട് തിന്നണവരും ഉണ്ട്, ചായയിലിട്ട് കുടിക്കുന്നതും ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ചായയിലിട്ടുണ്ട് കുടിക്കുന്നത് അതിനോട് ഒക്കൂല. എന്നാൽ നമ്മളെ വയറ്റത്തെ വിശപ്പും മാറും, ദാഹവും മാറും, പറഞ്ഞ എല്ലാം സെറ്റ്. അപ്പം അതേപോലെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ ചായ തളിച്ചുകൊണ്ട് ഒച്ചയ്ക്കുണ്ട്. അപ്പോൾ അരിമണിയായി തോന്നണം കേട്ടോ. അപ്പം ഇനി കൊണ്ടാട്ടം വറക്കട്ടെ. നമ്മൾ അരി വറുത്തതായി കേട്ടോ. അപ്പം പിന്നെ എളുപ്പമുണ്ട്. ചട്ടി ചൂടായി, അരി ഒന്ന് കഴുകിയിട്ട്
ഇത് ഇട്ടെടുത്താൽ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞ് അത് റെഡി. അപ്പം ഇനി കൊണ്ടാട്ടം വറക്കാൻ പോവുകയാണ് കേട്ടോ. പൂളക്കൊണ്ടാട്ടം. ഇതൊന്നും ഇങ്ങനെ വന്നിട്ട് എപ്പോഴതാവുക. പഞ്ചാര ഇടില്ലേ ഇപ്പോണ്ടത്? ആ അപ്പോൾ കൊണ്ടാട്ടം വറുത്ത് കഴിഞ്ഞിട്ടാണ് മതി. കൊണ്ടാട്ടത്തൊന്നും വേണ്ട. ഇത് വേണ്ടേ? അരിമണി വേണ്ടേ? തൊണ്ടായിരിക്കല്ലോ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൊണ്ടാട്ടത്തിന് വാരി കൊടുക്കുക. കുറച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു വട്ടം കൂടി ഉണ്ടാക്കാണ്ട്, ഒരു ട്രിപ്പും കൂടി. അപ്പോൾ എണ്ണയിൽ കടന്നിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്നിങ്ങനെ ആക്കിയെടുക്കുക. പഞ്ചസാര ശർക്കര ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇട്ടെടുത്താൽ മതി. ശർക്കര ഇട്ട രസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പറഞ്ഞത്. ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി പൂളക്കൊണ്ടാട്ടം. അപ്പോൾ നമ്മളെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീയൊന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പഞ്ചസാര അല്ല ശർക്കര കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ശർക്കര ഉണ്ടോയെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എന്ന് പറഞ്ഞത്. അപ്പോൾ ശർക്കര ഇതാ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പരിപാടി റെഡി. കരിഞ്ഞില്ല ഓഫാക്കി. അവിടെ എന്തോ പിടിച്ച കരിയൊക്കെ തോന്നണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇറക്കി കൊടുക്കുക. ശർക്കരയൊക്കെ ഒന്ന് ഈ ചൂടിൽ തന്നെ കടന്നിട്ടേ കൊണ്ടാട്ടത്തിനൊക്കെ ഒന്ന് പൊട്ടി പിടിച്ചിട്ട് എല്ലാത്തും ഒരു മധുരം പിടിക്കും. എത്ര തൊട്ട് നമ്മളെ കൊണ്ടാട്ടം പൂളക്കൊണ്ടാട്ടം. അപ്പം ഞാൻ ഒന്ന് ചൂടാവട്ടെ. അതിൽ കിടന്നിട്ട് നേരം നമുക്ക് ചായയൊക്കെ മധുരമിട്ട് പാകാക്കി എടുക്കട്ടെ. ഒന്ന് ചായ അടിച്ചാലോ? അപ്പം ഞങ്ങൾ ചായ അടിക്കാൻ കേട്ടോ. എന്തായാലും മുഖത്ത് കരി കിട്ടുമോ? അത് ഉച്ചക്കായിട്ടുണ്ട് കുറച്ച് കരി മായ്ക്കുന്നു. അപ്പം കണ്ടാ നമ്മളായിട്ട് ഇത് വെള്ളം അത് ചുക്കുകളാണ്. അപ്പം നമുക്ക് ഇവിടെ വേറെ ആൾക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട്. ചായ ആകുമ്പോഴേക്കും വിശാലി ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മായി ഉണ്ട് അവിടെ ഇരിക്കുന്നേ. അമ്മായി ചായ കുടിക്കാം. ആ അപ്പം ഇതാ ഇത് മധുരട്ടത്. അമ്മയ്ക്ക് മധുരട്ടാത്തല്ലാണ്ട് അതെ അമ്മയ്ക്ക് ഏതും വേണ്ടാന്ന് ആണോ? കൊണ്ടാട്ടം ചായ കണ്ട നമ്മളെ പൂളക്കൊണ്ടാട്ടം എല്ലാം കൂടി ഒരൊറ്റ കട്ടായിട്ടുണ്ട്. ശർക്കര ഇത് തരണേ കണ്ട പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ തിന്നാം. നല്ല രസം ഉണ്ട് കേട്ടോ ശർക്കര ഇട്ട്. പല്ല് കഴുത്തണ്ട നല്ല ഒച്ചുണ്ട്. അപ്പൂസ് കഴിയിട്ട് വരുന്നുണ്ട്. ഭയങ്കര ചായ കുടിക്കട്ടെ കേട്ടോ. ഞാൻ അപ്പം ഒന്ന് ഈ എല്ലാ കടിയും കൂടിയും കൂട്ടിയിട്ട് വേണം ചായ കുടിക്കാൻ. അരി വറുത്തതും ചായയും കൊണ്ടാട്ടം ചായയും. ആ തേങ്ങ അരിമണിയിൽ ഇട്ടിട്ട് കുടിക്കാനേ ഇപ്പം തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തിയാണ് കേട്ടോ. നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ.